ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമികയാണെങ്കിൽ ആദ്യം തന്നെ ആദർശിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പാർട്ട് ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് അനിയെയും അതുപോലെ തന്നെ ജാനകിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതുകൂടി പുറത്ത് വന്നു കഴിഞ്ഞാൽ അനന്തപുരിക്കാരെ നാണം കെടുത്തി നാറ്റിക്കും എന്ന് അനാമിക പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജാനകിക്ക് ഒരു പേടിയൊക്കെ തോന്നിയിട്ട് ജാനകി അനാമികയോട് ഇനി അങ്ങനെ ചെയ്യരുത്, മുത്തശ്ശനെതിരെയൊക്കെ അങ്ങനെ സംസാരിക്കരുത്, ആദർശനെയും നയനെയും പറഞ്ഞതിനൊന്നും ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് മോൾ ഇനി അനിക്കെതിരെയും മുത്തശ്ശനെതിരെയും ഒന്നും പറയാൻ പോകരുത്, തിരിച്ച് അനന്തപുരിയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അനാമികയുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് സത്യങ്ങളൊക്കെ അറിയുന്നത്. അനാമികയുടെ വായിൽ നിന്ന് തന്നെ നമ്മുടെ ദേവയാനി കേട്ടതുപോലെ എല്ലാ കാര്യങ്ങളും കേൾക്കുകയാണ് കേട്ടോ നമ്മുടെ ജാനകിയും. പക്ഷെ ജാനകി പൊട്ടിത്തെറിച്ചതെന്ന് അനാമികയുടെ കുത്തിന് പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി ദുഷ്ടേ, നീ എന്നെ ചതിക്കുകയായിരുന്നു, എൻ്റെ മോനെയും ചതിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് അവിടെ ഒരു ഭയങ്കര പ്രശ്നമൊക്കെ ആയി മാറുന്നുണ്ടേ. ആ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രാവിലെ തന്നെ ജാനകിയും അജയനും കൂടെ അനന്തപുരിയിൽ റൂമിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അജയൻ നല്ല ദേഷ്യത്തിലാണ്. അപ്പോൾ ചൊറിഞ്ഞ് ജാനകി അങ്ങോട്ട് ചെല്ലുക. എന്നിട്ട് പറയുക, എന്താ അജയേട്ടാ മുഖത്തൊരു ഭാവമാറ്റം? എന്താ ആദർശിനെക്കുറിച്ച് പറഞ്ഞതും അവനെക്കുറിച്ച് വാർത്ത വന്നതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കും അല്ലേ? അപ്പോൾ അജയൻ പറയാം, ജാനകി നീ മിണ്ടാതിരിക്കെ, എന്തെല്ലാവാ നിൻ്റെ മരുമകൾ പറഞ്ഞു വെച്ച് കൂട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? മനുഷ്യന് പുറത്തിറങ്ങാൻ മേലാത്ത അവസ്ഥയായി. ഇപ്പം ഈ അനന്തപുരിയിൽ നിന്ന് പുറത്തിറങ്ങി ജ്വല്ലറിയിലോട്ട് പോലും പോകാൻ വയ്യാത്ത ഒരവസ്ഥയായി നിൻ്റെ മരുമോൾ കാരണം. നാഴികയ്ക്ക് 40 വട്ടം അനാമിക മോളെന്ന് പറഞ്ഞിട്ട് ഇപ്പം അവൾ ഈ കുടുംബത്തിനോട് ചെയ്ത ദ്രോഹം നീ കണ്ടില്ലേ? അപ്പം ജാനകി പറയും, ഓ എന്ത് ദ്രോഹം ചെയ്തെന്നാ മോള്? അവൾ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ അത്ര നാണക്കേടാവാനെന്താ? അതാവാ നാണക്കേടാവണമെങ്കിൽ തന്നെ ഈ കുടുംബത്തിലുള്ളവർ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലവാ. ആദർശ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വച്ചിട്ടല്ലേ ഇപ്പം തലയും മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന എല്ലാവർക്കും. അതിന് അനാമിക മോളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അവൾ വിളിച്ചു പറഞ്ഞതൊക്കെ സത്യമല്ലേ അജയേട്ടാ? അപ്പോൾ അജയന് നല്ല ദേഷ്യം വരിക. അജയൻ പറയുന്നുണ്ട്, ജാനകി നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൾ എന്ത് സത്യം വിളിച്ച് പറഞ്ഞെന്നാ? നിനക്ക് എന്ത് സത്യം അറിയാമെന്നാ? ഇപ്പം കണ്ടില്ലേ ആദർശിനെ എല്ലാവരുടെയും മുമ്പിൽ കുറ്റക്കാരനാക്കി ഇങ്ങനൊരു അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്നത് അവളല്ലേ? അവളുടെ ഒടുക്കത്തെ ഒരു ഇൻ്റർവ്യൂ, ഇനിയും അതിൻ്റെ പാട്ടുകൾ വരാനുണ്ടെന്നാ പറഞ്ഞത്. ഈ കുടുംബത്തെ നാണം കെടുത്തി നാറ്റിക്കാൻ വേണ്ടി അവൾ ഇറങ്ങി തിരിച്ചിരിക്കുക. അനിയുടെ ജീവിതം തുലാസിലാണ് എന്ന് പറയുമ്പം ജാനകി പറയാം, ഓ പിന്നെ അവൻ്റെ ജീവിതം എന്ത് തുലാസിലാ? അനാമിക മോൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും അവൻ ആ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത് കൊണ്ടല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. മോള് സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു, എന്നിട്ടും അവളെ കുറ്റപ്പെടുത്തുക. ആ നയനയ്ക്കും നവിയയ്ക്കും ഒക്കെ അവളുടെ അനിയത്തെ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമാണ്. അതിന് ഏടത്തിയൊക്കെ വളം വച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിലല്ലേ പാലിൽ വിഷം ചേർത്ത് തന്നത് അനാമിക മോളാണെന്ന് ഇവിടെ പറഞ്ഞുണ്ടാക്കിയത് ഇവളുമാരെല്ലാം കൂടി. അതുകൊണ്ടല്ലേ അച്ഛൻ അന്നലെ കരിയപ്പിലെ പോലെ അനാമിക മോളെ ഇറക്കി വിട്ടത്. അത് സഹിക്കുമോ അവള്? ഇത്രയൊക്കെ സഹിച്ച് ഈ വീട്ടിൽ നിന്നിട്ട് അനാമിക മോൾ അത് സഹിക്കണോ? അവളോട് അങ്ങനെ ചെയ്തപ്പം അവൾക്കും ദേഷ്യം വന്നു കാണും. പകയുള്ള നല്ല ഉച്ചിരുള്ള പെൺകുട്ടിയാ അവളും. അവൾ എൻ്റെ മരുമോളാകാൻ ഏറ്റവും യോഗ്യതയുള്ളവളാ. അവൾ ചെന്ന് ഇൻ്റർവ്യൂ കൊടുത്തതിനും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതിനും ഒരു പ്രശ്നവും ഇല്ല. കുടുംബത്തിന് ഇത്രയും നാണക്കേടൊക്കെ ആയിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷെ ആദർശിൻ്റെ കള്ളത്തരം പുറത്തു വന്നല്ലോ, എല്ലാവരും അറിഞ്ഞല്ലോ. നയന അവളാണ് ഇതിലെല്ലാം കളി എന്ന് പറയാണ് ജാനകി. അപ്പോൾ അജയും പറയുന്നുണ്ട്, ജാനകി ഇനിയും നീ എൻ്റെ മുമ്പിൽ നിന്നാ നീ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടേ പോവുള്ളൂ. അനാമിക പറഞ്ഞതല്ല നല്ലതാണെന്നാണോ നീ പറയുന്നത്? ഇപ്പം നമ്മുടെ കുടുംബത്തിനുണ്ടായ മാനക്കേടിനെക്കുറിച്ച് നീ എന്നാ പറയുന്നത്? അച്ഛനും അമ്മയും ഇപ്പോഴും അനുഭവിക്കേണ്ടി വന്ന ഈ പ്രായത്തിൽ അച്ഛനെക്കുറിച്ച് അവൾ എന്തെല്ലാമാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇരുന്ന് പറഞ്ഞത്. അദ്ദേഹത്തെക്കുറിച്ച് ആരും ഇതുവരെ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ള അച്ഛനെക്കുറിച്ച് അനാമിക എന്തെല്ലാം മോശം കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ കുടുംബത്തിൽ വെച്ച് അവളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ എല്ലാവരും പീഡിപ്പിച്ചെന്ന്. അങ്ങനെ എന്തെങ്കിലും ഈ വീട്ടിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ടോ? ഈ അനന്തപുരി ഒരു ജയിലാണെന്ന്, ഇവിടെ മുത്തശ്ശൻ അഹങ്കാരിയാണെന്ന്, രാജാവിനെ പോലെ മറ്റുള്ളവരെ അടക്കി ഭരിക്കുന്നെന്ന്, ഇതൊക്കെ അവൾക്ക് പൊതുജനമധ്യത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അങ്ങനെയാണോ അവളെ ഈ വീട്ടിലുള്ളവരെല്ലാം കണ്ടിരിക്കുന്നത്?
അച്ഛനും അമ്മയൊക്കെ അവളോട് എന്ത് സ്നേഹമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. ഓ, സ്നേഹത്തിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന അജയേട്ടാ നല്ലത്. അതുകൊണ്ടാണോ ഇപ്പം അവളെ ഇറക്കി വിട്ടത്? അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുള്ളൂ എനിക്കറിയാം. ആ നയന പറയുന്നത് പോലെ അച്ഛനും അമ്മയും ചെയ്യുള്ളൂ. നയനയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ആദർശ് കമ്പനിയുടെ എല്ലാം MD ആകണം, അവൾക്കിവിടെ രാജ്ഞിയായിട്ട് വാഴുകയും ചെയ്യണം. പിന്നെ അവളുടെ അനിയത്തി ആ നന്ദുവിനെ കൂടെ അനിയുടെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ. അതിനു വേണ്ടി അവൾ കളിച്ച കളികളാ. അനാമിക മോള് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ആദർശ് അനുഭവിക്കേണ്ടതൊക്കെ തന്നെയാണ് അനുഭവിച്ചത്. ആദർശിന് അവിഹിതത്തിലൊരു കുഞ്ഞുണ്ടായി എന്നുള്ളത് അജയേട്ടൻ സമ്മതിക്കുന്നുണ്ടോ? അപ്പോൾ അച്ഛൻ പറയാം, ഇല്ല, ഞാനത് സമ്മതിക്കില്ല. ആദർശന് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ലെന്ന് ഞങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. എനിക്കും ചേനും അച്ഛനും ഒക്കെ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതികരിക്കാതെ നിൽക്കുന്നത്. അവനൊരു തെറ്റ് ചെയ്തെന്ന് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അവൻ ഈ വീട്ടിൽ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ജാനകി? അപ്പോൾ ജാനകി പറയാം, പിന്നെ അച്ഛൻ്റെ പ്രിയപ്പെട്ടവനല്ലേ, അച്ഛൻ അവനെ പറഞ്ഞു വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം അഭിയോ വല്ല ആയിരിക്കണം ഇത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം അവനെ ഇറക്കി വിട്ടേനെ. പാവ അഭി, അവനെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇപ്പം അതിലും വലിയ കാര്യം ചെയ്തിട്ട് ഇരിക്കുക. കള്ളിയെല്ലാം പുറത്തു വന്നപ്പം ഇപ്പം എല്ലാവർക്കും ദേഷ്യം എൻ്റെ മരുമോളോട്. ഞാൻ എന്തായാലും അനാമിക മോളെ കൂട്ടിക്കൊണ്ട് വരാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അപ്പോഴേക്കും അച്ഛൻ പറയാം, നീ അവളെ കൂട്ടിക്കൊണ്ട് വരാനോ? അച്ഛൻ അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടതല്ലേ. ഇനി ഈ വീട്ടിൽ അനാമിക വേണ്ടെന്ന് പറഞ്ഞത് അച്ഛനല്ലേ. എന്നിട്ട് പിന്നെ നീ തന്നിഷ്ടത്തിന് പോയി അവളെ കൂട്ടിക്കൊണ്ട് വരാനോ? അപ്പം ജാനകി പറയാം, അതെ, ഞാൻ പോവും. ഞാൻ അവളുടെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് വരും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ എനിക്ക് അവൾ മതി ഭാര്യയായിട്ട്. എനിക്ക് അനാമികയെ മാത്രമേ മരുമോളായിട്ട് കാണാൻ പറ്റുള്ളൂ. വേറൊരുത്തിയും കാണാൻ പറ്റില്ല. ഞാൻ പോയി കാല് പിടിച്ചിട്ടാണെങ്കിലും അനാമിക മോളെ തിരിച്ചു കൊണ്ടുവരും. ആ ആ, കാണാം നമുക്ക് നടക്കുമെന്ന്. നീ ഇപ്പം കാല് പിടിച്ച് അവളെ കൊണ്ടുവരാൻ പോകുന്നുണ്ടല്ലോ. ഇനി നീ ഓർത്തോ, അടുത്ത ഇൻ്റർവ്യൂവിൽ നിന്റെ പുറമ്പോച്ച പൊളിയാൻ പോകുന്നത്. നിന്നെ അവൾ പൊളിച്ചടുക്കും. ഞാനതിനവളെ എന്ത് ചെയ്തിട്ടാ? ഞാൻ അനാമിക മോളോട് മോശമായിട്ട് പെരുമാറിയിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, ഒന്നുമില്ല. പിന്നെ എന്നെ എന്തിനാ അവൾ പൊളിച്ചെടുക്കുന്നത്? അപ്പോൾ അജയൻ പറയാം, അത് നീ കണ്ടോണം. ഇപ്പോൾ ഒരു കാര്യമില്ലാതെ ആദർശനെ അച്ഛനെയൊക്കെ മനുഷ്യരുടെ മുമ്പിൽ നാറ്റിച്ചില്ലേ. ഇനിയിപ്പം നിന്റെ മോൻ അനിയായിരിക്കും. ഇനിയിപ്പോൾ അവൾക്ക് ഇവിടെ സ്വത്തിൻ്റെ വിധം കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കേസ് കൂടി പോണല്ലോ, അനിയുമായിട്ടുള്ള ഡിവോഴ്സ് കേസ്. അതിലൊരു നല്ല എമൗണ്ട് നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ കളിക്കണമെന്ന് അവൾക്കും അവളുടെ അച്ഛൻ വേണുവിനും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അനിയെ അവർ കരുവാക്കും. അനി ഇനി അവളെ ഉപദ്രവിച്ചെന്നും നന്ദുവിൻ്റെ പുറകെ പോയെന്നും മറ്റുമൊക്കെ പറഞ്ഞ് അവനെ മോശക്കാരനാക്കും. ഒപ്പം നീ ഓർത്തോ ജാനകി, നിന്നെയും മോശക്കാരിയാക്കും. നീയല്ലേ അവളുടെ അമ്മായിയമ്മ. അമ്മായിയമ്മ പോരും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഡിവോഴ്സ് കേസിൽ എന്താടി ഒരു ഗുമ്മുള്ളത്? അവൾക്ക് കൂടുതൽ നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ നീയോ അനിയോ അവളെ ഉപദ്രവിച്ചെന്ന് അവൾ പറയും. ഇനിയിപ്പം മാധ്യമങ്ങളെല്ലാം ഇവിടെ വന്ന് നിൽക്കും. നിന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയി അകത്തിടും. അപ്പോഴും ഇത് തന്നെ പറയണം, എൻ്റെ മോൾ അനാമിക നല്ലതാണ്, ഞാൻ അവളെ ഇനിയും കൂട്ടിക്കൊണ്ട് വരാൻ പോവുകയാണ് എന്നൊക്കെ. എനിക്കിനി നിന്നോടൊന്നും പറയാനില്ല ജാനകി എന്ന് പറഞ്ഞിട്ട് അജയൻ അങ്ങ് ഇറങ്ങി പോവാം. അപ്പോൾ ജാനകി റൂമിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുക, അജയേട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി അനാമിക മോള് അങ്ങനെ എന്തെങ്കിലും കേസ് കൊടുക്കുമോ? എന്നെ കൂടി കൊടുക്കാൻ നോക്കുമോ? സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസ് വരുമ്പം അമ്മായിയമ്മമാരെ കൂടെ കൊടുക്കും. അനിയെ മാത്രമല്ല, ചിലപ്പോൾ എനിക്കെതിരെ ഇനി കേസ് കൊടുക്കേണ്ടി വരുമോ അവൾക്ക്? അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? ചെയ്താൽ പിന്നെ ഞാൻ അകത്ത് കിടക്കില്ലേ? അതുമാത്രമല്ല, അവനും അകത്ത് കിടക്കേണ്ടി വരികയല്ലേ? അവനെതിരെയും ഇങ്ങനൊരു മാധ്യമ വിചാരണ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താവും എൻ്റെ മോൻ്റെ അവസ്ഥ? ഹോ, അജയേട്ടൻ പറഞ്ഞതുപോലെ എങ്ങാനും അനാമിക മോള് ചെയ്യുമോ? ഏയ്, എന്നെ ഏതായാലും അവൾ കൊടുക്കാനൊന്നും പോകുന്നില്ല. എന്നോട് അവൾക്ക് ഭയങ്കര സ്നേഹമാണ്. ഞാൻ അവളെ അതുപോലെ സ്നേഹിച്ചാണ് നോക്കിയിരിക്കുന്നത്. പിന്നെ അനിയുടെ കാര്യം അറിയില്ല. അവൻ ആ നന്ദുവിൻ്റെ പുറകെ നടക്കുന്ന കാരണം അവനെ എങ്ങാനും കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. സാരില്ല, എന്തായാലും അനാമിക മോളെ പോയി കണ്ടൊന്ന് സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറയാണ് മനസ്സിൽ ജാനകി. അതിനുശേഷം പിറ്റേ ദിവസം ജാനകി ഇറങ്ങി വരുമ്പം മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും അവിടെ നിൽക്കുകയാണ് കേട്ടോ. നയനയും ദേവയാനിയും ആദർശവും ഒക്കെ ഉണ്ട്. അപ്പോഴേക്കും ജാനകി അവിടെ വന്നിട്ട് എങ്ങോട്ടോ പോകാൻ ഇറങ്ങുകയാണ്. അപ്പം ചോദിക്കുന്നുണ്ട് ദേവയാനി, ജാനകി നീ എങ്ങോട്ട് പോവാ ഇപ്പോൾ? അല്ല, ഒരുങ്ങി ഇറങ്ങിയത് കണ്ടിട്ട്. അതെന്താ എടത്തി, എനിക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിക്കൂടെ? ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് പോവാന്ന് പറയാണ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ഏയ് അതുകൊണ്ടല്ല ജാനകി, നീ ഇപ്പം ഈ സമയത്ത് എവിടെ പോവാണെന്ന് ചോദിക്കുകയായിരുന്നു എന്ന് പറയാം.
അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, ജാനകി അങ്ങനെ ഒറ്റയ്ക്കെങ്ങും പോകാറില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന് പറയുമ്പോൾ ജാനകി പറയാം, ഞാൻ അനാമിക മോളുടെ വീട് വരെ ഒന്ന് പോവാ എന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ ഇപ്പം അങ്ങോട്ട് പോകുന്നത്, എന്തിനാ നീ ഇപ്പം അനാമികയുടെ വീട്ടിലേക്ക് പോകുന്നത്? അപ്പം ജാനകി പറയാം, എൻ്റെ മരുമോളല്ലേ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, അല്ല ഇറങ്ങിപ്പോയി എന്ന് പറയാൻ പറ്റില്ല, അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ നിങ്ങളെല്ലാവരും കൂടി, അവളുടെ മനസ്സ് എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടല്ലേ അവൾ വീട്ടിലേക്ക് പോയത്. എന്നിട്ട് ഇവിടുന്ന് ആരെങ്കിലും ഒന്ന് ചെന്ന് വിളിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ, എനിക്ക് അവളെ പോയി കണ്ടൊന്ന് സംസാരിക്കണം. അപ്പോൾ മുത്തശ്ശൻ പറയാം, എന്താ ജാനകി, നീ ഇവിടുന്ന് അവളെ കാണാൻ പോവാണെന്നോ? അങ്ങനെ പോവാണെങ്കിൽ ജാനകി നീ അവിടെ തന്നെ നിന്നോണം. ഇവിടെ ഈ പുകിലുകളൊക്കെ ഉണ്ടാക്കി ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഈ കുടുംബത്തെ ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ എറിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇനിയും അവളെ വിളിക്കാൻ നീ പോവാന്നോ? എന്നെയും ആദർശിനെയൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ അവൾ എന്താ പറഞ്ഞത്, ഞാനിവിടെ രാജാവിനെ പോലെ ഭരിക്കുകയാണെന്നല്ലേ? ഞാൻ എങ്ങനെയെങ്കിലും ഭരിച്ചിട്ടുണ്ടോ ജാനകി നിങ്ങളെയൊക്കെ? എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ നന്മ ഓർത്തിട്ടാ, അല്ലാതെ മറ്റൊരു രീതിയിലും ആരെയും ഞാൻ ഭരിച്ച് കീഴ്പ്പെടുത്തിയിട്ടൊന്നും ഇല്ലല്ലോ. അതാണോ അനാമിക വിളിച്ചു പറഞ്ഞത്? അവൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത്? മനുഷ്യന് പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്കല്ലേ അവൾ ആക്കിയിരിക്കുന്നത്. എന്നിട്ട് നീ അവളെ വിളിക്കാൻ പോവാണോ ജാനകി? അപ്പം ജാനകി പറയാണ്, ആ അത് അവളുടെ മനസ്സ് വിഷമിച്ചത് കൊണ്ടല്ലേ അവൾ അതങ്ങനെ ചെയ്തത്. അന്ന് അവളും അച്ഛനും അമ്മയും കൂടി എന്ത് സന്തോഷത്തിലാണ് ഇങ്ങോട്ട് തിരികെ വന്നത്. അപ്പോഴേക്കും അച്ഛനല്ലേ പറഞ്ഞത്, ഇനി ഇങ്ങനെ ഒരു മരുമോള് ഇവിടെ വേണ്ടാന്നും എനിക്ക് അനാമിക ഭാര്യയായിട്ട് വേണ്ടാന്നും ഒക്കെ പറഞ്ഞ് ഇറക്കി വിട്ടത്. അങ്ങനെ കരിയേപ്പില പോലെ ഇറക്കി കളഞ്ഞപ്പം അവൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടാവില്ലേ? അവൾ ആ വിഷമത്തിന് പുറത്ത് ചെയ്തു കൂട്ടിയതായിരിക്കും. പിന്നെ ഒരു കാര്യം ഉണ്ടച്ചാ, ചെയ്തു കൂട്ടിയതിൽ തെറ്റുണ്ടോ? ആദർശ് ചെയ്ത തെറ്റല്ലേ അവൾ വിളിച്ചു പറഞ്ഞോളൂ. എന്നായാലും ഇതൊക്കെ നാട്ടുകാരറിയില്ലേ? അറിഞ്ഞു കഴിയുമ്പം ആളുകൾ എന്തെല്ലാം പറയും? ഇപ്പോൾ അനാമിക മോള് വിളിച്ചു പറഞ്ഞപ്പോൾ അതെല്ലാവർക്കും കുറ്റമായല്ലേ? ഇവിടെയുള്ളവരെല്ലാം ചെയ്തു കൂട്ടിയത് ശരിയാണോ? അനാമിക മോള് പാലിൽ വിഷം ചേർത്ത് വെച്ചെന്ന് പറഞ്ഞ് അവളെ ഈ വീട്ടിൽ കുറ്റക്കാരിയാക്കിയത് ദേ ഇവരൊക്കെ കൂടിയല്ലേ? ഈ നയനയല്ലേ പാല് തിളപ്പിച്ചു വെച്ചത്? എന്നിട്ട് അനാമിക എങ്ങനെ അത് ഈ വിഷം ചേർക്കും? അച്ഛൻ ഇതിനെക്കുറിച്ച് വല്ലതും ചിന്തിച്ചോ? ആരെങ്കിലും ഒക്കെ പറയുന്ന കേട്ട് അനാമിക മോളുടെ നെഞ്ചത്ത് കയറി. ആ കുട്ടി അല്ലെങ്കിലും ഒരുപാടൊക്കെ സഹിച്ചാ ഇവിടെ നിന്നത്. ഈ അനിയുടെ സ്വഭാവം കാരണം അവൾ ഒരുപാട് വിഷമിച്ചാ ഇവിടെ നിന്നത്. അപ്പം അനി പറയാ, അവളോട് ഇവിടെ വിഷമിച്ചിരിക്കാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവളിവിടെ കടിച്ചു തൂങ്ങി നിന്നതിന് വേറെ ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഇതുവരെ അമ്മയ്ക്കത് പിടികിട്ടിയില്ലേ? ഇവിടുത്തെ സ്വത്തും പണവും മാത്രം അവളുടെ ഉദ്ദേശം, അല്ലാതെ വേറൊന്നും അവൾ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്തിനാ അമ്മ ഇപ്പോഴും അവളെ എടുത്ത് തലയിലേക്ക് വെക്കുന്നതെന്ന് അറിയില്ല. അവൾ പോയ വഴി അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുക. പിന്നെ അങ്ങനെ പോയ വഴി പോട്ടെ എന്ന് വിചാരിക്കാൻ എനിക്ക് പറ്റുമോ? ഞാൻ അവളെ എൻ്റെ മനസ്സിൽ എൻ്റെ മരുമോളായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വേറൊരുത്തിയെ ആ സ്ഥാനത്ത് കാണാനൊന്നും എനിക്ക് പറ്റില്ല. ഇനി ഇവിടെ വേറെ ചിലർക്കൊക്കെ ആ നന്ദൂരി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടാവും. പക്ഷെ ഞാൻ ഒരിക്കലും അത് അംഗീകരിക്കില്ല. നന്ദൂരി എൻ്റെ മരുമോളായിട്ട് ഞാൻ കാണുകയില്ല. അതിന് വെച്ച വെള്ളം എല്ലാവരും കൂടി അങ്ങ് വാങ്ങി വെച്ചേരെ എന്ന് പറയുക. അപ്പം അനി പറയുന്നുണ്ട്, അമ്മ ഇപ്പം ഇത്രയൊക്കെ നിന്ന് പറയുന്നുണ്ടല്ലോ, അമ്മ നോക്കിക്കോ, അടുത്ത ഇൻ്റർവ്യൂവിൽ അവൾ പറയാൻ പോകുന്നത് എന്നെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ അമ്മയുടെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്ത് കൊണ്ടിട്ട് ഇടിക്കുമ്പം അമ്മ ഇത് തന്നെ പറയണം, എൻ്റെ മരുമോട് നല്ലതാണ്, എൻ്റെ മകനാണ് ചീത്ത, അവനെ അങ്ങനെ ചെയ്യട്ടെ, അവനെ തല്ലിക്കൊല്ലട്ടെ, അല്ലെങ്കിൽ അവനെ തൂക്കിക്കൊല്ലട്ടെ എന്ന് തന്നെ അമ്മ പറയണം. അപ്പോഴേക്കും ജാനകി പറയാം, ഇല്ല, അങ്ങനെയൊന്നും എൻ്റെ മരുമോള് ചെയ്യില്ല, അങ്ങനെയൊന്നും അനാമിക മോള് ചെയ്യില്ല. ഇപ്പോഴും അവൾ ഒരു വാക്ക് അനിയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞൊന്നുമില്ലല്ലോ. അവനെ ഉപദ്രവിക്കണമെങ്കിൽ അവൾക്ക് എന്തെല്ലാം പറയായിരുന്നു. ഇവനും നന്ദുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവൾക്ക് വിളിച്ചു പറയായിരുന്നല്ലോ. അവൾ പറഞ്ഞില്ലല്ലോ അത്. പിന്നെ ഇനിയിപ്പോൾ എന്ത് പറയാനാ? അമ്മ ഒന്നും പറയില്ലെന്ന് വെച്ച് കാത്തിരുന്നോ. അടുത്ത പാട്ട് ഇൻ്റർവ്യൂവിൻ്റെ വരുന്നുണ്ട്. അപ്പം അവള് ബാക്കി കാര്യങ്ങളും കൂടെ പറയും. ഉള്ളതൊന്നുമല്ല ഇല്ലാത്തത്. അതിൽ ഞാനും അമ്മയും ഒക്കെ കുടുങ്ങും. ഞാൻ കുടുങ്ങിയാൽ കുടുങ്ങട്ടെ, അവളുടെ ശത്രു ഞാനാണ്. എന്നെ എങ്ങനെയെങ്കിലും തകർക്കാനാ അവൾ നോക്കുന്നത്. പക്ഷേ അമ്മ കൂടി അകത്ത് പോയി കിടന്ന് അഴി എണ്ണേണ്ടി വരുമെന്ന് ഓർത്തിട്ട് വേണം ഇപ്പം ഇങ്ങനെ പറയാൻ. അപ്പം ജാനകി പറയാ, ഇല്ല, എൻ്റെ മുനിമോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ അവൾ അങ്ങനെയൊക്കെ ചെയ്താലും അതിലെന്തെങ്കിലും കാര്യം കാണും. ഞാനൊന്ന് അവളുടെ വീട് വരെ പോവാ. ആരൊക്കെ എതിർത്താലും ഞാൻ അവിടം വരെ ചെന്ന് അവളോട് സംസാരിക്കും. അവളോട് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താമല്ലോ. അങ്ങനെയാവുമ്പോൾ പിന്നെ ഇനി അടുത്ത ഇൻ്റർവ്യൂ ഒന്നും അവൾ വിടില്ല. ഞാൻ ചെന്ന് പറഞ്ഞാൽ പിന്നെ അവൾ ഈ കുടുംബത്തെ നാറ്റിക്കാനോ നമ്മളെ കൊടുക്കാനോ ഒന്നും നോക്കില്ല. ഇപ്പം ചെയ്തതൊക്കെ നന്നായി, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയൊന്നും വരാതെ ഞാനങ്ങ് നോക്കിക്കോളാം. അപ്പം മുത്തശ്ശൻ പറയാണ്, ജാനകി നീ അഹങ്കാരം കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഈ പോകുന്ന പോലെ തന്നെ നിനക്ക് സമാധാനത്തോടെ തിരിച്ചു വരാൻ പറ്റണം, അല്ലാതെ ഇരിക്കരുത്.
ഇപ്പം അവളുടെ അടുത്ത് ചെന്ന് കയറി കൊടുക്കുമ്പം അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പോലും അറിയില്ല കേട്ടോ. നീ കുടുങ്ങാൻ പോകുന്നേ ഉള്ളൂ ജാനകി. അല്ലാതെ അവൾ നീ പറയുന്ന കേട്ട് ഇനി ഞാനൊന്നിനും ഇല്ലാന്നും പറഞ്ഞ് കൈ കെട്ടി ഇരിക്കുമെന്നൊന്നും വിചാരിക്കണ്ട എന്ന് മുത്തശ്ശനും പറയാ. അപ്പം ജാനകി അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. പോകുമ്പോഴും ജാനകി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ചെല്ലണം, അനാമിക മോളുടെ അടുത്ത് ചെന്ന് കണ്ട് സംസാരിക്കണം. ഇനി ഒരു ഇൻ്റർവ്യൂ കൂടി കൊടുക്കണ്ട, ഇത്രയും മതി. ഇപ്പം തന്നെ അധികമായി ഈ കുടുംബത്തിൽ നാണക്കേട്. ഇനി അങ്ങനെയൊന്നും വേണ്ട. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയും. അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ആ നന്ദുവിനെ ഞാൻ ഇവിടെ കേറ്റില്ല. എന്തായാലും മോളോട് ചെന്നൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ജാനകി അങ്ങ് പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ജാനകിക്ക് ഇതെന്തു പറ്റി? ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അച്ഛാ. അനാമിക ചെയ്ത തെറ്റിനെ കുറിച്ചൊന്നും അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ. എന്താ ഇനി ഇവളിതൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത്? അപ്പം മുത്തശ്ശൻ പറയേ, എൻ്റെ ദേവയാനി, അവൾക്കിത് മനസ്സിലാവും. അവൾ ഇപ്പോഴും കിണറ്റിലെ തവളയെപ്പോലെ കിടക്കാണ്. കാരണം അവളുടെ മനസ്സ് നിറച്ച് അനാമിക നല്ലവളും നയന ചീത്തയുമാണ്. അത്രയധികം കുറ്റം അനാമിക നയനയെക്കുറിച്ച് പറഞ്ഞു കയറ്റി കൊടുത്തിട്ടുണ്ട്. ആ അതൊരു മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവളുടെ ചെവി കൊണ്ട് തന്നെ അവൾ സത്യം അറിയും. അവൾ എല്ലാ സത്യങ്ങളും നേരി കാണും. ആ നിമിഷം അവൾ അനാമികയെ വെറുക്കും. അല്ലാതെ എന്നും ഇങ്ങനെ അവളുടെ പുറകെ നടക്കുമൊന്നുമില്ല. നമുക്കെല്ലാവർക്കും അനാമികയെക്കുറിച്ച് മനസ്സിലായല്ലോ. പിന്നെ കുറേ കുരുട്ടുബുദ്ധി പിടിച്ചവർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ചിലർക്ക് മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് ജലജയൊന്ന് നോക്കുക മുത്തശ്ശൻ. അപ്പോഴേക്കും ജലജ ഇങ്ങനെ നോക്കിയിട്ട്, അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞത് എന്നെ നോക്കിക്കൊണ്ട്? അപ്പം മുത്തശ്ശൻ പറയാം, ഏയ് നിന്നെ ഞാൻ നോക്കിയിട്ടേ ഇല്ല ജലജെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ജാനകി അവിടുന്ന് പോയിട്ട് അനാമികയുടെ വീട്ടിൽ എത്താണ്. അവിടെ ചെന്ന് ഓട്ടോറിൽ ഇറങ്ങിയിട്ട് അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനാമികയും വേണുവും രേവതിയും കൂടി ഇങ്ങനെ അകത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അനാമിക പറയുന്നുണ്ട്, അച്ഛാ ഞാൻ എറിഞ്ഞ ബോംബ് എങ്ങനെയുണ്ട്? പൊട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതൊരു അറ്റം ബോംബാ. ഇങ്ങനെ ഇതിൻ്റെ എഫക്റ്റ് വന്നുകൊണ്ടേയിരിക്കും. ആനന്ദപുരിയെ തകർത്ത് ഞാൻ നാശമാക്കും എന്ന് പറയാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ജാനകി അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ജാനകി കയറി ചെല്ലുന്ന പാടെ സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പം ഇവർ പറയുന്നത് കേൾക്കുകയാണ്. അതെ, അടുത്ത ഐറ്റം ആ അനിയ, അവനെ ഞാൻ തീർക്കും. സമൂഹത്തിൻ്റെ മുമ്പിലിട്ട് അവനെ നാറ്റിക്കും. ജയിലിൽ ഇട്ട് അവനെ അടികൊള്ളിക്കും. ഈ ജന്മം അവൻ പുറത്തിറങ്ങില്ല. അല്ലെങ്കിൽ തന്നെ അവൻ പുറത്തിറങ്ങിയ അവൻ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കും. അനന്തപുരിയിലെ കോടികളുടെ സ്വത്ത് മാത്രം മനസ്സിൽ വെച്ചോണ്ടാണ് ഞാൻ അവിടെ ചെന്ന് കയറിയത്. അതിൽ നിന്ന് കുറേയെങ്കിലും കിട്ടണ്ടേ അച്ഛാ? അത് കിട്ടിയതിന് ശേഷം വേണം എനിക്ക് എൻ്റെ കാമുകനൊപ്പം സ്വസ്ഥമായ ഒരു ജീവിതം തുടങ്ങാൻ. വർഷങ്ങളായി ഞാൻ അവനെ പ്രണയിക്കുന്നു. പിന്നെ ഈ അനിയെ പണവും സ്വത്തും കണ്ട അവനെ വളച്ച് അനന്തപുരിയിൽ കയറി കൂടിയത്. അവനത്ര താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും ആ സ്വത്ത് കണ്ടാ ഞാൻ അവിടെ കയറി കൂടിയത്. എന്നിട്ട് എല്ലാവരുടെയും ഇഷ്ടം ഇങ്ങനെ ഞാൻ പിടിച്ച് പറ്റിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോഴാ പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ. ആ നയനയെന്ന് പറയുന്നവളാണ് ഇതിൻ്റെ ഇടയിലെല്ലാം കളിച്ചത്. അവൾ എല്ലാവരും എടുത്ത് തലയിൽ വെക്കാൻ തുടങ്ങിയപ്പം എനിക്ക് അവിടുത്തെ സ്ഥാനം പോയി. നയനയോട് വല്യമ്മയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് നല്ലതായിരുന്നു. അവർ തന്ന സ്വർണം എല്ലാം നമ്മൾ കൊണ്ടുപോകുന്നില്ലേ ഇങ്ങോട്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം കള്ളത്തരം അവിടെ പറഞ്ഞു, എല്ലാവരും അത് വിശ്വസിച്ചു. എൻ്റെ അമ്മായിയമ്മ, ആ ദാരിദ്ര്യം പഠിച്ച സ്ത്രീ, 10 പൈസയുടെ വകയില്ലെങ്കിലും അവരുടെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. അവരുടെ വിചാരം അനന്തപുരിയിലെ റഹാറാണി അവരെന്ന. അവരോട് ചോദിച്ചാൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ കോടീശ്വരിയായ വല്യമ്മയെ ഞാൻ പിടിച്ചത്. അപ്പം നയനയും അവരും കൂടെ സ്നേഹമായി. അന്ന് നമ്മൾ ആ പാലിൽ വിഷം ചേർത്ത് വച്ച് കൊടുത്തപ്പോഴേ നമ്മുടെ കഷ്ടകാലം തുടങ്ങിയമ്മേ എന്ന് പറയാം. അപ്പോൾ രേവതി പറയാ, ശരിയാ, ആ പാലന്ന് കലക്കി വെച്ചതിൽ നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വച്ചത് ആ ദേവയാനി എടുത്ത് കുടിച്ച് ആശുപത്രിയിലായി അവരുടെ കരൾ മാറ്റിവെച്ചു. അവരുടെ മരുമോൾ അവർക്ക് കരൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവളോട് സ്നേഹമായി. അതോടെ എൻ്റെ മോളുടെ കഷ്ടകാലം തുടങ്ങിയത്. ഇല്ലെങ്കിൽ ഇപ്പം അവൾ അവിടുന്ന് പകുതി മുക്കാലും അടിച്ച് മാറ്റിയേനെ. പിന്നെ അനിയെന്ന് പറയുന്ന ആ പാൽ ജന്മത്തിനെ ആര് ശ്രദ്ധിക്കുന്നു എന്ന് പറയാം. അപ്പം അനാമികയും പറയാം, ശരിയാ, അന്നത്തെ പിന്നെയാ. ആ പാലിലന്ന് വിഷം ചേർത്ത് ആ അനിക്ക് കൊടുത്തിരുന്നെങ്കിൽ അന്ന് കൊണ്ടേ അവനങ്ങ് തീർന്നേനെ. ശല്യവും ഇല്ല. അവൻ്റെ വിധവ എന്നുള്ള പദവിയും സ്വത്തിൻ്റെ വീതവും കിട്ടിയേനെ. പിന്നെ ഞാൻ ചെറുപ്പമായതുകൊണ്ട് അവിടുത്തെ ആ കിളവൻ രാജാവ് എന്നെ വേറെ ആരെ കൊണ്ടെങ്കിലും വിവാഹം കഴിക്കാൻ സമ്മതിച്ചേനെ.
അങ്ങനെ എൻ്റെ കാമുകനൊപ്പം സുഖമായിട്ട് ആ സ്വത്തും വാങ്ങി വിവാഹം കഴിച്ച് ജീവിക്കുകയും ചെയ്യായിരുന്നു. ഇതിപ്പം നാശം പിടിക്കാൻ ഇങ്ങനെയായി പോയല്ലോ. ആ എന്തായാലും കുഴപ്പമില്ല. അടുത്ത ഇൻ്റർവ്യൂവിൽ അവനെയും അവൻ്റെ അമ്മ പാരട്ടത്താള ജാനകിയെയും ഞാൻ പൊളിച്ചടുക്കും. ആ ജാനകി എന്ന് പറയുന്നവർ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും നേരത്തെ അവർക്ക് നയനയോടായിരുന്നു കൂറ്. അവരെ ഞാൻ അകത്തിട്ട് അഴിയെണ്ണിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുക. അങ്ങനെ അവരെല്ലാവരും കൂടെ പറഞ്ഞ് ചിരിക്കുന്നത് കേട്ടോണ്ടായിട്ടോ നമ്മുടെ ജാനകി വരുന്നത്. ജാനകിക്ക് അങ്ങ് ദേഷ്യം വന്ന് ഒരു നിമിഷം ജാനകി സ്തംഭിച്ചു പോവാണ്. അനാമികയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞതൊക്കെ സത്യമാണല്ലോ എന്ന് അറിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് അകത്തേക്ക് അങ്ങ് കയറിയിട്ട് എടി അനാമിക എന്ന് വിളിച്ചോണ്ടാ കയറുന്നേ. അപ്പോൾ അനാമികയും വേണു രേവതി ഞെട്ടിപ്പോവാണ്. അപ്പോൾ പറയാ എടി ഇപ്പം ഞാൻ ഇവിടെ നിന്നെ വിളിച്ച് കാല് പിടിച്ച് മാപ്പ് പറയാൻ വേണ്ടി വന്നതാ. അപ്പം ദൈവമായിട്ട് എന്നെ സത്യങ്ങളെല്ലാം കേൾപ്പിച്ചു നിന്റെ വായിന്ന് തന്നെ. എന്തെല്ലാം വാടി നീ പറഞ്ഞത്? നീ പറഞ്ഞതൊന്നും കേട്ടിട്ട് സത്യമാണോ സ്വപ്നമാണോ എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. അച്ഛൻ പോലും പറഞ്ഞിട്ട് അവഗണിച്ച ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെ വിളിക്കാൻ. നീ ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ. നീ പാല് തന്ന കൈക്ക് തന്നെ കൊത്തിയല്ലോടി. എൻ്റെ മോനെ വരെ കൊല്ലുമെന്ന് നീ പറഞ്ഞില്ലേടി ദുഷ്ടേ. ഇനി നിനക്ക് അനന്തപുരിയുടെ പടി കടക്കാൻ അവകാശമില്ല. ശരിക്കും എല്ലാവരും പറഞ്ഞത് സത്യവാ. ആ നന്ദു അവൾ തന്നെ അനിക്ക് ചേർന്ന പെണ്ണ്. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ നന്ദുവിനെ കൊണ്ട് അനിയെ വിവാഹം കഴിപ്പിക്കുമടി. നീ അത് കാണുമടി എന്നൊക്കെ അനാമികയെ വെല്ലുവിളിച്ചിട്ട് പോവാണ് കേട്ടോ നമ്മുടെ ജാനകി. അങ്ങനെ സകല സത്യങ്ങളും അറിഞ്ഞ് ജാനകി അവിടെ നിറങ്ങാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്